ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ സമയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. സർവ്വതെറ്റുകളും പടച്ചവൻ നമുക്ക് മാപ്പും മഗ്ഫിറത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. തെറ്റുകളിൽ നിന്നകന്ന് ഒരു യഥാർത്ഥ മുഅ്മിനായി തഖ്വയോടെ ജീവിക്കാൻ, അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്തു നിന്ന് വിട പറയാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ശിഫയും സലാമത്തും സമാധാനവും തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, പള്ളിയുടെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ മാസത്തിൻ്റെ നൂറുകൊണ്ട് അല്ലാഹു അവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ റജബിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം അടുക്കുകയാണ്. റജബ് മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റജബ് 27 ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് പടച്ചവൻ്റെ ലോകത്തേക്കും യാത്ര പോയ ഇസ്രാ എന്നും മിഅ്റാജ് എന്നും അറിയപ്പെടുന്ന അത്ഭുത സംഭവത്തിന് സാക്ഷിയായ ദിവസം റജബ് 27 രാവാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിലാവ് കണ്ടതനുസരിച്ച് ഈ തിങ്കളാഴ്ച മഗ്രിബോടുകൂടെ കടന്നു വരുന്ന രാവാണ് മിഅ്റാജിൻ്റെ രാവ്. മിഅ്റാജ് ദിനം ചൊവ്വാഴ്ചയാണ്. മിഅ്റാജ് ദിനത്തിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ധാരാളം ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ സമയങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. ഇസ്രാ മിഅ്റാജ് സംഭവം എന്ന് പറഞ്ഞാൽ സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് സംഭവിച്ച ഒരത്ഭുത പ്രതിഭാസമാണ്. റജബ് 27 രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിൽ മക്കയിൽ നിന്ന് ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക്, പിന്നീട് അവിടെ നിന്ന് ആകാശലോകത്തേക്ക്, പ്രപഞ്ചത്തിൻ്റെ മേൽക്കൂരയാകുന്ന സിദ്റത്തുൽ മുന്തഹയും കടന്ന് 7 ആകാശങ്ങളിലെയും ദൃശ്യാത്ഭുതങ്ങളും കണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ള മഹാസൗഭാഗ്യങ്ങളുടെ സ്വർഗീയ കാഴ്ചകൾ കണ്ട് ധിക്കാരികളായ ആളുകൾക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ള
കൊടിയ ദുരിതത്തിൻ്റെ നരകക്കാഴ്ചകളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി റബ്ബുൽ ഇസ്സത്തിനോട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അടുക്കൽ നേരിട്ട് സംസാരിച്ച് 5 വഖ്ത് നിസ്കാരം സമ്മാനമായി സ്വീകരിച്ച് പ്രഭാതത്തിനു മുമ്പേ തന്നെ പരിശുദ്ധമായ മക്കയിൽ തിരിച്ചു വന്ന മഹാസംഭവം. അതാണ് ഇസ്രാ മിഅ്റാജ്. നേരിട്ട് ശരീരത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു യാത്രയാണ്. സ്വപ്നമായിരുന്നില്ല. ആ സംഭവം വിശ്വസിക്കാൻ അന്നത്തെ കാലഘട്ടത്തിലെ ഖുറൈശികളായ ആളുകൾക്ക് പലർക്കും പ്രയാസമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ആ വിഷയം സംസാരമായി. ഫർത്തദ്ദ നാസുൻ മിമ്മൻ കാന ആമനൂ ബിഹി, റസൂലിൽ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ അള്ളാന്റെ റസൂലിന്റെ ആ വർത്തമാനത്തോടുകൂടെ ദീനിൽ നിന്ന് മുർത്തദ്ദാകാൻ, പുറത്തു പോകാൻ അത് കാരണമായിട്ടുണ്ട്. ഒരു നിലക്കും ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത അസാധ്യമായ ഒരു കാര്യം. അത് പറയുന്ന ഒരാളുടെ കൂടെ എങ്ങനെ തുടരാനാണ്? ദീനിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ അത് കാരണമായിട്ടുണ്ട്. കാരണം മക്കയിൽ നിന്ന് വാഹനത്തിൽ സഞ്ചരിച്ചാൽ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലെത്താൻ 1 മാസത്തിലധികം സമയം വേണം. ബൈത്തുൽ മുഖദ്ദസിലെത്താൻ 1 മാസത്തിന്റെ മുകളിൽ യാത്രയാണ്. അതും കടന്ന് 7 ആകാശങ്ങളും കടന്നു പോയി ഒറ്റ രാവ് കൊണ്ട് തിരിച്ചു മക്കയിലും മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഫർത്തദ്ദ നാസുൻ മിമ്മൻ കാന ആമനൂ ബിഹി, റസൂലിനെ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ മുർത്തദ്ദാകാൻ അത് കാരണമായിട്ടുണ്ട്. ഖുറൈശികളായ ചില ആളുകൾ അള്ളാന്റെ റസൂലിനോട് തെളിവ് ചോദിച്ചിട്ടുണ്ട്. അവിടെ പോയി ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നതിന് തെളിവ് ബൈത്തുൽ മുഖദ്ദസിന്റെ വാതിലുകളെ പറ്റി, ഓരോ ഭാഗങ്ങളിലുമുള്ള ജനലുകളെ പറ്റി ഒക്കെ ചോദിച്ച് അതിനെല്ലാം കൃത്യമായി അള്ളാന്റെ റസൂല് മറുപടി കൊടുത്തിട്ടും വിശ്വസിക്കാത്തവർ. റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വിശ്വാസികൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവുമില്ലാതെ അവർ കണ്ണടച്ച് വിശ്വസിച്ച കാര്യമാണത്. അവർക്കൊരു തെളിവിന്റെ ആവശ്യമില്ല. റസൂല് പറഞ്ഞു, അത് മാത്രം മതി. ഇങ്ങനെ യാത്രകളൊക്കെ നടത്തി ആകാശത്തേക്കൊരു മനുഷ്യൻ അല്പം ഉയരത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയൊക്കെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു തെളിവും ചോദിക്കാതെ കണ്ണടച്ച് വിശ്വസിച്ചവരാണ് സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു. ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക, ഇതിനേക്കാൾ വിദൂരമായത്, ഒരു നിലക്കും മനസ്സുകൊണ്ട് ലോകത്തിന് അംഗീകരിക്കാൻ, ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്തത്, ഇതിനേക്കാളും അസംഭവ്യമായ കാര്യം പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സഹാബത്ത്, അവർക്കൊരു തെളിവിന്റെ ആവശ്യമില്ല. റസൂല് പറഞ്ഞു, അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. വിശ്വാസിയുടെ പ്രത്യേകത അതാണ്. മുഅ്മിനിന്റെ പ്രത്യേകത ഏതാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന ആയത്തുകളിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്കൊരു തെളിവും വേണ്ട. അദൃശ്യമായത്, അസംഭവ്യമായത്,
ലോകത്ത് ആരും അംഗീകരിക്കാൻ മടി കാണിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഖബറിൽ പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ട് ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നത് ഇന്നതാണ് എന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ഖബറുകളിൽ ചില ഖബറുകൾ നോട്ടമെത്തുന്ന ദൂരത്തോളം വിശാലമാക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗീയ സന്തോഷങ്ങൾ ആ ഖബറുകളിലുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള കവാടങ്ങൾ അതിലേക്ക് തുറക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ചില ഖബറുകൾ തീയാൽ നിറക്കപ്പെട്ടതാണ്. ഖിയാമത്ത് നാൾ വരെ പാമ്പും തേളും ആ ഖബറാളിയെ കൊത്തി കൊണ്ടിരിക്കും. ആ നിലക്കുള്ള അദാബ് അനുഭവിക്കുന്ന ആളുകളും ഈ ഖബറിന്റെ പരിസരത്തുണ്ട്, ഈ പള്ളിയുടെ പരിസരത്തുള്ള ഖബറാളികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മുഴുവൻ ഖബറാളികൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു വെളിച്ചാക്കട്ടെ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഒരു കാരണവന്മാരും പോയിട്ട് മടങ്ങി വന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്നതാണ് ഇവിടെ അനുഭവിക്കുന്നത്. ആരും പറഞ്ഞിട്ടില്ല. ഒരു തെളിവും ബാഹ്യമായി നമ്മുടെ മുന്നിലില്ല. പക്ഷേ നമ്മളത് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈമാനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിന് നമുക്കൊരു തെളിവിന്റെ ആവശ്യമില്ല. ഒരു കരിമ്പാറയിൽ നിന്ന് ജീവനുള്ള ഒട്ടകം പുറത്തു വരും എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ? ഒരു കരിമ്പാറയുടെ ഉള്ളിൽ നിന്ന് ജീവനുള്ള ഒട്ടകം പുറത്തു വരും എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്? പക്ഷേ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം കരിമ്പാറക്കുള്ളിൽ നിന്ന് ജീവനുള്ള ഗർഭിണിയായ ഒട്ടകത്തെ കൊണ്ടുവന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം ഖുർആനാണ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിലിരുന്ന വടി നിലത്തിട്ടപ്പോൾ അത് വലിയ വിഷസർപ്പമായി മാറി എന്നത് നമ്മുടെ ഈമാനാണ്. അത് കടലിൽ സമുദ്രത്തിൽ അടിച്ചപ്പോൾ തിരമാലകൾ രണ്ട് ഭാഗത്തേക്കും മാറിയിട്ട് ഒരു വലിയ നടപ്പാത ആ കടലിന് അടിയിലൂടെ രൂപപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു തെളിവും അതിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് യുക്തി ന്യായം ഒന്നും നമുക്ക് വേണ്ട. ഖുർആൻ പറഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രം മതി നമുക്ക്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു എന്നുള്ളത് മാത്രം നമുക്ക് തെളിവായിട്ട് മതി. ഈസ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഖുർആനാണ്, നമ്മൾ വിശ്വസിക്കാൻ. മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആകാശത്ത് പ്രകാശം പൊഴിക്കുന്ന ചന്ദ്രൻ അത് രണ്ടായിട്ട് പിളർന്നു മാറിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വൻഷഖൽ ഖമർ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന് ആകാശത്ത് നമ്മൾ ഉദിച്ചു കാണുന്ന പ്രകാശം പൊഴിക്കുന്ന ചന്ദ്രൻ അത് അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ രണ്ടായിട്ട് പൊട്ടിപ്പിളർന്നു മാറി വീണ്ടും ഒന്നായി ചേർന്നതാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഇതിനകത്ത് ശാസ്ത്രം എന്ത് പറയുന്നു, മറ്റാരെങ്കിലും ലോകം എന്ത് പറയുന്നു, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിശ്വാസമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ടൊരു മുഅ്മിനിനെ ഈമാൻ പഠിപ്പിക്കുകയാണ് മിഅ്റാജ് ചെയ്യുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരു മുഅ്മിനിനെ അവന്റെ ഈമാൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസികൾ ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചല്ല, മറിച്ച് ഈമാനിനനുസരിച്ചാണ്. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് സത്യവിശ്വാസികൾ ഏതൊരു കാര്യവും മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. നമ്മുടെ ചിന്തകൾ അങ്ങനെയാകണം, നമ്മുടെ ഈമാനിനനുസരിച്ച്. ഏത് വിഷയത്തിലും അങ്ങനെയാണ്.
പലിശയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഹറാമാകാനാണ് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലിശയുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ടത് അനുവദനീയമായി കാണുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്നത് ഹറാമാണ് എന്നാണ് ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. അത് പരിപൂർണമായി നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോൾ ഈമാനിന്റെ വഴിയിലൂടെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും ഏത് കാര്യവും ഒരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കേണ്ടതും അതിനെ ഉൾക്കൊള്ളേണ്ടതും വിലയിരുത്തേണ്ടതും അങ്ങനെയാണ്. ചെറിയ പെൺകുട്ടികൾ പ്രായമെത്തിയവരാണ്. അവര് തലമറയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ട് കാണാത്ത കാലഘട്ടത്തിൽ അത് തെറ്റാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഈമാൻ. കൊച്ചു പെൺകുട്ടികൾ പ്രായമായവർക്ക് 10 വയസ്സിലും 11, 12 വയസ്സിലും പ്രായമാകുന്നുണ്ട്. അവര് തലമറയ്ക്കാതിരുന്നാൽ അതെങ്ങനെ തെറ്റാകും? ഇതൊക്കെ അതിനെ കൊച്ചു കുട്ടികളല്ലേ അവര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു മക്കളല്ലേ. അവരൊന്ന് തലയിൽ തുണിയിടാതിരുന്നാൽ, തട്ടമിടാതിരുന്നാൽ അതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് ചിന്തിക്കാനും ആ നിലക്ക് നമ്മുടെ ഭാര്യ മക്കളിൽ ശ്രദ്ധിക്കാനും നമുക്ക് സാധിച്ചാൽ അതാണ് ഈമാൻ. ഈമാനികമായ ചിന്ത ആ നിലക്കാണ്. ആണും പെണ്ണും ഒരു മറയുമില്ലാതെ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം അത് പുരോഗമനമായി വിലയിരുത്തപ്പെടുന്ന കാലഘട്ടത്തിൽ ആണും പെണ്ണും ഏത് കാര്യത്തിനാകട്ടെ, കല്യാണത്തിനാകട്ടെ അല്ലാതെ ആകട്ടെ, ഒരു മറയുമില്ലാതെ ഒരുമിച്ച് കൂടുന്ന അങ്ങനത്തെ ഒരു സംഭവം, അതിലെന്ത് തെറ്റ്? അത് പുരോഗമനമായി വിലയിരുത്തപ്പെടുന്ന കാലഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന മനസ്സ്, അതാണ് ഈമാൻ. അത് തെറ്റാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ്. കാലഘട്ടം ഏതോ ആകട്ടെ, സാഹചര്യങ്ങൾ ഏതോ ആകട്ടെ, പുരോഗമനവും അതുപോലെ സ്വതന്ത്ര ചിന്തയും ഒക്കെ കൂടി വന്ന് പലതിനെയും ഇന്നത്തെ സമൂഹം നിസ്സാരമാക്കി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ കാലമല്ലേ ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാട് പറയുമ്പോ അത് 6ാം നൂറ്റാണ്ടിലെ പിന്തിരിപ്പൻ ന്യായമല്ലേ എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഉമ്മത്തിന്റെ ഇടക്ക് പോലും കൂടി വരികയാണ്. അത്തരം ആളുകളുടെ എണ്ണം. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടപടിയാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ആ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ്, സ്വതന്ത്ര ചിന്തയുടെ പേരും പറഞ്ഞ് പല തെറ്റിനെയും നിസ്സാരവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത് സമൂഹത്തിന്റെ അടിത്തറ പോലും ഇളക്കുന്ന വിപത്തുകളായിട്ട്, പ്രത്യേകിച്ച് ലഹരി പോലുള്ളതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്? 1.5 വയസ്സുള്ളപ്പോ പിതാവ് ഉപേക്ഷിച്ചു പോയ ഒരു മകൻ 25 വയസ്സുവരെ സ്വന്തം മാതാവ് കൂലിപ്പണിക്ക് നടന്നാണ് അവനെ വളർത്തി വലുതാക്കിയത്, പഠിപ്പിച്ചതും അവിടെ വരെ എത്തിച്ചതും. ആ മാതാവിനെ 20ലധികം വെട്ടുകൾ വെട്ടി ഒരു ഭാഗത്ത് തന്നെ തുടരെ വെട്ടി വികൃതമാക്കി. എത്ര വെട്ടുകളെ ആ മാതാവിന് ഏറ്റിട്ടുണ്ട് എന്ന് പോലും വിലയിരുത്താൻ പറ്റാത്ത നിലയിൽ ക്രൂരമായി ആ മാതാവിനെ വെട്ടി നുറുക്കി കൊന്നത് ആ പൊന്നോമന മകനാണ്. 1.5 വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ്. 25 വയസ്സ് വരെ പട്ടിണി കിടന്ന് കൂലിപ്പണി എടുത്തിട്ടാണ് ആ മാതാവ് ആ മകനെ വളർത്തി അതുവരെ എത്തിച്ചത്. എന്നിട്ട് കന്നാലിയെ വെട്ടും പോലെ വെട്ടി നുറുക്കി കൊന്നുകളയാൻ. ലഹരിയാണ്, പിന്നിൽ ലഹരിയാണ്, വേറൊന്നുമില്ല. അത് കോഴിക്കോടാണ്, താമരശ്ശേരിയിലാണ്. ഒരു ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അയൽവക്കത്തെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട്, പൈപ്പ് കൊണ്ട് തലക്ക് അടിച്ചടിച്ച് കൊന്നുകളഞ്ഞ 3 പേര് തൽക്ഷണം മരണപ്പെട്ടു. 4ാമത്തെ ആൾ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ആദ്യം നടന്നത് കോഴിക്കോടാണെങ്കിൽ ഇത് എറണാകുളം ജില്ലയിലാണ്. ലഹരിയാണ്, അതിന്റെയും പിന്നിൽ ലഹരിയാണ്. മാതാവിന്റെ കയ്യിലിരുന്ന ഫോൺ
തട്ടിപ്പറിച്ചു വാങ്ങിയ മകനെ പിതാവ് അതിന്റെ പേരിൽ ആ പിതാവ് കുറ്റപ്പെടുത്തിയപ്പോ അത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ ആ പിതാവിനെ തലക്കടിച്ചു കൊന്നു ആ മകൻ, മൊബൈലിന്റെ പേരിൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ് ആ സംഭവം. മാതാവിന്റെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിയതാണ്. പിതാവ് അതിനെ ചോദ്യം ചെയ്തു, അത് ഇഷ്ടപ്പെട്ടില്ല ആ മകന്, തലക്കടിച്ചു കൊന്നു ആ മകൻ. അതിന്റെയും പിന്നിൽ ലഹരിയാണ്. എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ. 14 വയസ്സുകാരനും 16 വയസ്സുകാരനും ഇരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത് 22 വയസ്സുകാരൻ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ ആ 14കാരൻ കയ്യിൽ കരുതിയ കഠാര കൊണ്ട് 22കാരന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്ത്, അവിടെ മരിച്ചു വീണു 22കാരൻ. ഇതൊക്കെ ഈ 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിന് തന്നെ, ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്നതും നമ്മൾ വായിക്കുന്നതും പലതിനെ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, പലതിനെയും ഇത്തരം കാര്യങ്ങളെയൊക്കെ നിസ്സാരമായി കണ്ട്, അത് പലതിന്റെ പേരിൽ, പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ്, സ്വതന്ത്ര ചിന്തയുടെ പേരും പറഞ്ഞ്, പഴയ കാലമൊന്നും അല്ലല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണൊന്നും ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒരു മറയുമില്ലാതെ ഒരുമിച്ച് കൂടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ജാഹിലിയത്താണ്, അതൊക്കെ പിന്തിരിപ്പന്യായാണ്, 6-ാം നൂറ്റാണ്ടിലെ വാദാണ് എന്നൊക്കെ പരസ്യമായിട്ട് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും അതിനെതിരെ അഭിപ്രായങ്ങൾ പറയുന്ന ആ നിലക്ക് പലതിനെയും നിസ്സാരമായി കണ്ട് ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നിലയിലേക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, മിഅ്റാജ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ആ കാലത്തിനനുസരിച്ചല്ല മുസ്ലിം ചിന്തിക്കേണ്ടത്. നമ്മുടെ കാലം ഏതും ആകട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് ആ കാലഘട്ടത്തിനനുസരിച്ചല്ല, നമ്മുടെ ഈമാനിനനുസരിച്ചാണ്. ആർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റൂലെങ്കിലും, ആരൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും, ഒരു സയൻസിന് യോജിച്ചില്ലെങ്കിലും, ഒരു ടെക്നോളജിക്ക് യോജിച്ചില്ലെങ്കിലും, ആരുടെ ബുദ്ധിക്ക് യോജിച്ചില്ലെങ്കിലും, നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മുടെ മക്കളുടെ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ എല്ലാം, നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതാണ് മിഅ്റാജ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ